കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ പുരോഗതി സംബന്ധിച്ച് ഇടക്കാല റിപ്പോർട്ട് ഇന്ന് SIT ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. സന്നിധാനത്ത് നിന്ന് ശേഖരിച്ച സ്വർണത്തിന്റെ സാമ്പിളുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഉൾപ്പെടുന്നതായിരിക്കും ഇടക്കാല റിപ്പോർട്ട്. തന്ത്രിയുടെ അറസ്റ്റും തുടർ നടപടികളും SIT കോടതിയിൽ വിശദീകരിക്കും. സമീപ ദിവസങ്ങളിൽ വിവാദമായ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതും SIT കോടതിയെ ധരിപ്പിക്കും. വളരെ നിർണായകമായൊരു നീക്കമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ ശബരിമലയിൽ നിന്ന് കണ്ടെടുത്ത സ്വർണത്തിന്റെ VSSയിൽ നടത്തിയ പരിശോധന ഫലമടക്കമായിരിക്കും ഇന്ന് സമർപ്പിക്കുക. അത് വളരെ നിർണായകമായിരിക്കും. ശാസ്ത്രീയ പരിശോധനാ ഫലമടക്കം സമർപ്പിക്കുമ്പോൾ എന്തായിരിക്കും ഇനി കേസിന്റെ മുന്നോട്ട് പോക്കെന്നുള്ളതൊക്കെ. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇന്ന് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. എന്തൊക്കെയായിരിക്കും റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക? കൂടുതൽ വിവരങ്ങൾ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള ഈ അന്വേഷണം തുടങ്ങിയ ശേഷം പല റിപ്പോർട്ടുകൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റേത്. പക്ഷേ ഇന്നത്തേത് വളരെ നിർണായകം തന്നെയാണ്. ഈ അന്വേഷണത്തിൻ്റെ ഗതിവിഗതികൾ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകൾ എല്ലാം തന്നെ അടങ്ങിയ റിപ്പോർട്ടാണ് ഇന്ന് കോടതിക്ക് മുന്നിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതി മുൻപാകെ സമർപ്പിച്ച റിപ്പോർട്ടാണ്, മുദ്രവെച്ച റിപ്പോർട്ടാണ്, VCയുടെ റിപ്പോർട്ടാണ് പിന്നീട് അന്വേഷണ സംഘത്തിന് കൈമാറിയത്. അന്വേഷണ സംഘം ഇത് വിശദമായി പഠിച്ച് അവരുടെ നിഗമനങ്ങളുണ്ട്, അവരുടെ കണ്ടെത്തലുകളുണ്ട്. ഇതെല്ലാം ആണ് ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് വിജിലൻസ് മേധാവി തന്നെ ഇവിടേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും തന്നെ ഇതിൽ ഈ ദ്വാരപാലക സ്വർണം സംബന്ധിയായ കാര്യങ്ങളിൽ സ്വർണത്തിൻ്റെ അളവ് കുറവുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനവും പ്രാഥമികവുമായ കണ്ടെത്തൽ എന്ന് പറയുന്നത്. കാരണം അത് നേരത്തെ ഉണ്ടായിരുന്ന സ്വർണ്ണ പാളികളുമായി തുലനം ചെയ്യുമ്പോൾ പോറ്റി കൊണ്ടുപോയി തിരിച്ചെത്തിയ സ്വർണ്ണപ്പാളികളുമായിട്ടെല്ലാം തന്നെ ശാസ്ത്രീയമായ പഠനത്തിന് ശേഷമാണത് ഇപ്പോൾ റിപ്പോർട്ടായിട്ട് നൽകുന്നത്. അതിൽ കാര്യമായി തന്നെ സ്വർണത്തിൻ്റെ ഒരു അളവ്, അതിൻ്റെ ഒരു അംശം, സ്വർണത്തിൻ്റെ അംശം പിന്നീട് കൊണ്ടുവന്നതിലെല്ലാം തന്നെ വളരെയധികം കുറവുണ്ട് എന്ന കണ്ടെത്തലാണ് ഈ കാര്യത്തിൽ ഏറ്റവും നിർണായകമാകുന്നത്. അതായത് സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്നതിൻ്റെ ശാസ്ത്രീയമായ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമാകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. അതായത് അവിടെ നേരത്തെ എല്ലാം തന്നെ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ പലകുറി പറഞ്ഞുകൊണ്ട് പലരും പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിന് ഇനി നിലനിൽപ്പില്ല, അത്തരം വാദങ്ങൾക്കും നിലനിൽപ്പില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനാ ഫലമെന്ന് പറയുന്നത്. വളരെയധികം രീതിയിലുള്ള സ്വർണം അവിടെ നിന്ന് കവർ ചെയ്തിരിക്കുന്നു. വളരെ ആസൂത്രിതമായിട്ട് ഇത് ഈ കവർച്ച കൊണ്ടുപോയിരുന്നു എന്നതാണ്. അത് ഈ സ്വർണം അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, തിരിച്ചെത്തിയ പാളികളിലെല്ലാം തന്നെ സ്വർണം കുറവുണ്ട് എന്നതെല്ലാം തന്നെ ആ പരിശോധനാ ഫലങ്ങൾ സ്ഥിരീകരിക്കുമ്പോൾ ഇനിയുള്ളത് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനങ്ങളാണ്. ആരാണ് ഇതിൽ കൂടുതൽ ഒരു സൂത്രധാരനായിരിക്കുന്നത്, ഇതിൽ ആർക്കൊക്കെയാണ് പങ്കുള്ളത് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം ഇനിയും കൂടുതൽ ആളുകളുണ്ടോ, ആരുടെ എല്ലാം കാലത്ത് അവർക്കെതിരെ എല്ലാം തന്നെ എത്രമാത്രം തെളിവുകളുണ്ട്, ഇവർക്ക് എത്രമാത്രം കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നതെല്ലാം തന്നെ വിശദമാക്കുന്ന ഒരു റിപ്പോർട്ട് അന്വേഷണ സംഘത്തിൻ്റേതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇതിൽ സ്വർണം നഷ്ടമായിട്ടുണ്ട് എന്നത് ആധികാരികമായി തെളിയിക്കപ്പെടുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിന് വളരെ നിർണായകമായ ഒരു കണ്ടെത്തലും കാഴ്ചപ്പാടുമായിട്ട് അത് മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ നാളുകളിലായിട്ട് നടന്ന പല ഇടപാടുകളും ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ആക്ഷേപങ്ങൾ, ആരോപണങ്ങളെല്ലാം തന്നെ നേരിടുന്നു. പലതിലും തന്നെ അഴിമതികൾ നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെടുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുമ്പോൾ ഇതിൽ ആർക്കൊക്കെയാണ് വലിയ രീതിയിലുള്ള ഉന്നതരടക്കമുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നതെല്ലാം തന്നെ ഇന്നത്തെ റിപ്പോർട്ടിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കുമ്പോൾ തന്നെ ഹൈക്കോടതിക്ക് പല ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്താനുണ്ടായിരുന്നു. പല കാര്യങ്ങൾ ചിലപ്പോൾ നിർദ്ദേശങ്ങൾ നൽകുകയും അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്കടക്കം ശകാരം കേൾക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കെല്ലാം തന്നെ പോയിരുന്നു. എന്തുകൊണ്ട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയില്ല, കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നില്ല, എവിടെയാണ് നിങ്ങൾ മെല്ലെപ്പോക്ക് കാണിക്കുന്നത് എന്നതടക്കം ഹൈക്കോടതി പല ഘട്ടത്തിലും ഇടപെട്ടുകൊണ്ട് ചോദിച്ചിരുന്നു. ഏതായാലും ഇന്നും ഈ റിപ്പോർട്ട് മുന്നിലേക്ക് എത്തുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന കണ്ടെത്തലുകൾ അതിനൊരു ശാസ്ത്രീയ അടിത്തറ കൂടിയാവുകയാണ്. അത്തരം കാര്യങ്ങളിൽ ഇനി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് എന്ത് ചോദ്യമാണ് ഉയരുന്നത്, ഹൈക്കോടതിക്ക് എന്ത് നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത് എന്നതെല്ലാം വളരെ പ്രസക്തമാണ്. ഈ റിപ്പോർട്ടിലെ ഓരോ വരികളും
അക്ഷരാർത്ഥത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള ഈ ശബരിമല കൊള്ളയെ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും വ്യക്തമാക്കുന്നതായിരിക്കും എന്ന ഒരു നിഗമനമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. ഏതായാലും ഇന്ന് ഹൈക്കോടതിക്ക് മുൻപാകെ ഈ റിപ്പോർട്ട് സമർപ്പിക്കും. വിജിലൻസ് മേധാവി തന്നെ നേരിട്ടെത്തിയായിരിക്കും ആ റിപ്പോർട്ട് നൽകുക എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. ഡാനി, ഈ BSCയിലെ പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഡാനി നേരത്തെ പറഞ്ഞതുപോലെ ആരായിരിക്കും ഇതിന്റെ സൂത്രധാരൻ, ആരൊക്കെയായിരിക്കും ഇതിന് പിന്നിലുണ്ടാവുക എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇനി കൂടുതൽ ആളുകളിലേക്ക് ചോദ്യം ചെയ്യലെത്താനുള്ള സാധ്യതയുണ്ട്. മറ്റു പരിശോധനകളിലേക്കൊക്കെ SIT കടക്കാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുകയല്ലേ? തീർച്ചയായും അത്തരം സാധ്യതകൾ തന്നെയാണല്ലോ മുന്നിലേക്ക് വരുന്നത്. കാരണം ഈ പരിശോധനാ ഫലം ആധികാരികമായിട്ട് തന്നെ VCയുടെ ആധികാരികമായിട്ട് തന്നെ പരിശോധനാ ഫലം വരുന്നു. സ്വർണ്ണ കവർച്ച നടന്നിട്ടുണ്ട്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഈ വിജയ് മല്യ നൽകിയ സ്വർണ്ണപ്പാളികളും ഇപ്പോൾ ഈ പോറ്റി കൊണ്ടുപോയിട്ട് തിരിച്ചെത്തിയ സ്വർണ്ണപ്പാളികളുമെല്ലാമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഇതിൽ സ്വർണം നഷ്ടമായിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ തന്നെ കൃത്യമായ അളവുകളിൽ തന്നെ സ്വർണം നഷ്ടമായിട്ടുണ്ട്. വലിയ രീതിയിലുള്ളൊരു കവർച്ച നടന്നിരിക്കുകയും എല്ലാം തന്നെ ചെയ്തത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ പ്രതികളിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇനിയിപ്പോൾ ഈ കസ്റ്റഡിയിലുള്ളവർ അല്ലെ അറസ്റ്റ് രേഖപ്പെടുത്തിയവരെല്ലാം തന്നെ പ്രതിരോധങ്ങൾ കുറെ കൂടി ദുർബലമാകുന്നൊരവസ്ഥയാണുള്ളത്. കാരണം ഇതിൽ പരിശോധനാ ഫലം ശാസ്ത്രീയമായിട്ട് തന്നെ പുറത്തു വരുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ചോദ്യം ചെയ്യലടക്കം നീങ്ങേണ്ടതുണ്ട്. കാരണം ഇതുവരെ ആരെയെങ്കിലും ഒഴിവാക്കി ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മാറ്റി നിർത്തി സംരക്ഷിക്കാനോ ഏതെങ്കിലും രീതിയിൽ അത്തരം കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇനി വിലപ്പോവില്ല എന്ന് തന്നെയാണ്. കാരണം ഇത്തരം കാര്യങ്ങളിൽ ഒരു ശാസ്ത്രീയ അടിത്തറ അന്വേഷണത്തിന് കൈവന്നിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് വളരെ നിർണായകമാണ്, അന്വേഷണത്തിൽ നിർണായകമാണ്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ ആളുകളിലേക്ക് ചോദ്യം ചെയ്യൽ നീളേണ്ടതുണ്ട്. കൂടുതൽ പേരിലേക്ക് ഈ ചോദ്യം ചെയ്യൽ അറസ്റ്റിലേക്കും കസ്റ്റഡിയിലേക്കും എല്ലാം തന്നെ നീങ്ങാനുള്ളൊരു മുഴുവൻ സാധ്യതയും തന്നെ നിലവിലുണ്ട്. നമുക്കറിയാം ഈ കേസ് ഇതുവരെ എത്തുമ്പോൾ തന്നെ വലിയ രീതിയിലൊരു ചർച്ചയാവുന്നു, വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രക്ഷുബ്ധമാകുന്നൊരവസ്ഥയിലേക്കെല്ലാം തന്നെ പോകുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കെല്ലാം തന്നെ ഇത് മാറുന്നു. വലിയ ചൂടുള്ള ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് തന്നെ ഇത് മാറുകയും ചെയ്യും. നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്കെല്ലാം തന്നെ ഇത് വന്നതുമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഈ കേസിൻ്റെ നാൾ വഴികളിലെ സങ്കീർണതകളെല്ലാം തന്നെ ഈ കഴിഞ്ഞ നാളുകളിൽ ഇഴകേറി പരിശോധിക്കപ്പെട്ടതാണ് പലപ്പോഴും തന്നെയും. അത് ഇനിയും കുറേ കൂടി ചർച്ചകളിലേക്ക് വരുന്നു എന്ന സൂചനകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഈ റിപ്പോർട്ട് വളരെ നിർണായകമാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്കുള്ളൊരു ചോദ്യം ചെയ്യലുകളുണ്ടാകാം. അത് ഏത് രീതിയിലാണ് ഇനിയിപ്പോൾ രാഷ്ട്രീയ നേതാക്കളിലേക്ക് നീങ്ങുമോ? കാരണം ആ സമയത്ത് ഭരണ സാരഥ്യത്തിലുണ്ടായിരുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണ സംവിധാനങ്ങളിലുണ്ടായിരുന്നവരിലേക്കെല്ലാം തന്നെ നീങ്ങുമോ? അവരെ കൂടി ചോദ്യം ചെയ്യലിലേക്കടക്കം വരും ദിവസങ്ങളിൽ കടക്കുമോ എന്നതെല്ലാം തന്നെ ഇന്നത്തെ ഈ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്തുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. ശരി, ഡാനി പോളാണ് കൂടുതൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കൊള്ളയിൽ തന്ത്രിക്ക് പങ്കില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ വിചിത്രമെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. കട്ടിളപ്പാളി കേസിൽ റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞെന്ന് കാട്ടി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യാപേക്ഷയും വിജിലൻസ് കോടതി പരിഗണിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.